നിങ്ങൾ ഈ പച്ച ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? ഹരിയാലി ചിക്കൻ എടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോഴും വിളമ്പുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ വായിൽ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ട് 2-3 പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലി ഇല, പുതിന ഇല കേട്ടോ, അതൊരു പിടി. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, അത്രയും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത ഇത് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലകളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാവശ്യമില്ല, അത് ചേർത്ത് കൊടുത്ത കാരണം ആ പച്ച കളർ കണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒന്ന് പുക മണം വരിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം, ചെറിയൊരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തീക്കണലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരും കേട്ടോ. കാലം പോയൊരു പുകയെ, പണ്ടൊക്കെ പുകയുടെ ഭക്ഷണം നമ്മൾ കഴിക്കുമായിരുന്നു. ഇപ്പോൾ സ്മോക്കി ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് പുക വരുന്നുണ്ട്. അപ്പം ഇനി ഇത് ഒട്ടും പുക പുറത്ത് പോവാതെ ഒരു പാത്രം കൊണ്ട് അടച്ചിട്ട് വെക്കുക. ഇനി അതവിടെ മാറ്റി വെക്കാം കേട്ടോ, അതവിടെ റെസ്റ്റ് എടുക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചെടുക്കുക. ഒരു 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നമ്മൾ മാറ്റി വെക്കുക. അതേ ഓയിലേക്ക് തന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയിട്ടുള്ള അതേ ഓയിലേക്ക് തന്നെ ഒരു 2 പട്ട, ഗ്രാമ്പു, ഏലക്ക അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാല പൊട്ടിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതിന് ഒട്ടും അധികം മസാല ഒക്കെ വഴറ്റി ഉണ്ടാക്കേണ്ട അത്രയൊന്നും പാടില്ല. നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാതും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പാത്രം കുറച്ച് ചെറുതാണ് കേട്ടോ, അതിലിനിയും കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുവട്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവട്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രുചിയിലും മണത്തിലും നല്ല തിക്കായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം നല്ല മണം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്മോക്കി ഫ്ലേവർ ഹരിയാലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നിങ്ങൾക്ക് ആ പച്ച കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടി ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.